റോയ് ചായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന അമ്പലങ്ങളിലൊന്നാണ് ശബരിമല. എന്നാൽ അവിടെ നിന്ന് വരുന്ന വിവാദങ്ങളാണെങ്കിൽ വളരെ വിചിത്രവുമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ഒരുപാട് വിശ്വാസികൾ വരികയും ഒരുപാട് പേര് കൃത്യമായി വ്രതം നോറ്റ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സ്ഥലമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വനത്തിന് നടുവിലുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ തന്നെ വലിയ പ്രസിദ്ധിയുള്ളതാണ്. കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മതേതര സ്ഥാപനം കൂടിയാണ്, ഒരു വിശ്വാസ കേന്ദ്രം കൂടെയാണ് അത്. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും വളരെ വ്യത്യസ്തമായ ഈ ശബരിമലയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒട്ടും ആശാസ്യമല്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. 2006 ഏറ്റവും വലിയ വിവാദം ഉണ്ടായത്. അവിടെ അന്ന് ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ജ്യോത്സ്യൻ എൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ വിഗ്രഹത്തെ തൊട്ടു എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ നടിയായ ജയമാല ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഒരു ഫാക്സ് അയക്കുന്നു, ഞാനാണ് ആ വിഗ്രഹത്തെ തൊട്ട സ്ത്രീ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദവും വരുന്നു. അതിൻ്റെ പേരിൽ കേസായി, വഴക്കായി, പ്രശ്നമായി. ഒടുവിൽ പോലീസ് കണ്ടെത്തി ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിവാദങ്ങൾക്ക് പുറകെ അത് കഴിഞ്ഞ് അധികം നാളാവുന്നതിന് മുമ്പാണ് അവിടുത്തെ തന്നെ തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനര് പോയി ഒരു സെക്സ് സ്കാൻഡലിൽ പെടുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ജസ്റ്റിസ് പരിപൂർണൻ്റെ മുമ്പാകെ ഈ ശബരിമല കേസ് കേൾക്കുന്ന കോടതി ജസ്റ്റിസ് പരിപൂർണൻ ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാമോ എന്നൊക്കെ പരിശോധന നടത്തുന്നു. അദ്ദേഹത്തിന് ഗായത്രി മന്ത്രം പോലും അറിയില്ല എന്ന് ജസ്റ്റിസിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെടുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ശബരിമല പിന്നെ ഈ പൂജാരി തന്ത്രി സ്ഥാനത്ത് മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ ഒരു പരിശുദ്ധമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ പാടില്ലാത്തതായ കാരണങ്ങളാണ് എല്ലാ തവണയും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്താണ്, പിന്നെ അവിടുത്തെ ഇത് ആചാരങ്ങളുടെ ലംഘനം ഒരു വഴിക്കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് 2019 അതിനു മുമ്പ് ഉണ്ടായ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 96-2000 കാലഘട്ടത്തിലാണ് അന്ന് ഉണ്ടായ ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് ഈ അരവണ നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആയിരുന്നു ഒരു സംഭവം. അവിടെ അരവണയ്ക്കകത്ത് എലിവാലി കണ്ടെത്തി എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങൾ, ഭക്ഷ്യസുരക്ഷയുടെ ലംഘനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കീടനാശിനി ഉണ്ട്. അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ. ആദ്യം കേട്ടത് എലിവാല് കണ്ടു എന്നുള്ളതായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് എതിരായിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരികയും വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് എല്ലാം മുഖ്യ പ്രതിസ്ഥാനത്ത് വരുന്ന ഇപ്പോഴും അവിടുത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് ഈ സ്വർണം അടിച്ചു മാറ്റിയതിനെക്കുറിച്ചുള്ള കഥകളാണ്. 1998 UB ഗ്രൂപ്പ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ നിർമ്മാണ കമ്പനിയായ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ്, അവർ ഏതാണ്ട് 30 കിലോയോളം സ്വർണം കൊടുത്ത് ശ്രീകോവിലും മറ്റും സ്വർണം പൂശുന്നതിനൊക്കെ ഉള്ള നടപടികൾ പൂർത്തിയാക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അത് കഴിഞ്ഞ് 99 അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായത്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ 2019 ദ്വാരപാലക ശില്പത്തിൽ അവിടെ അതിൻ്റെ ചെമ്പ് തെളിഞ്ഞു വരുന്നു, അതിൻ്റെ പിന്നെ തിളക്കം കുറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഊരിക്കൊണ്ടുപോയി. അത് പോകുന്ന സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുമതിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അതൊക്കെ തന്നെ ഇപ്പോൾ സംശയത്തിന് നിലനിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാൾ ആരാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾ എങ്ങനെ സ്പോൺസറായി, ഇയാൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും കൈയ്യഴുകയാണ്. ഇതാരാണ് എന്താണെന്നൊക്കെയുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പം ഇരുന്ന പീഠം വർഷങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലും ദേവസ്വം ബോർഡ് അറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ വരികയാണ്. അതായത് ഇത്രയും ഒരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം ഭക്തന്മാർ അവർ കാണിക്കയായിട്ട് കൊടുക്കുന്നതും അവർ നൽകുന്നതുമായ പണമാണ് ഇവിടെ ഇരിക്കുന്ന ഒരു കൊള്ള സംഘം ഇത് അടിച്ചുകൊണ്ട് പോവുകയും ആ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനോ ഒന്നും ഉപയോഗിക്കാതെ ഒരു സംഘം ആൾക്കാർ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഭക്തൻ ആയ ഒരാൾ
കാണിക്കയായി നൽകിയ 30 കിലോ സ്വർണത്തിനകത്തു നിന്നാണ് ഇപ്പം 4 കിലോ കുറഞ്ഞു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, ഇതെവിടെയാണ് കാണിക്കയായി അർപ്പിക്കുന്ന ഇതിനെക്കുറിച്ച് വേണ്ടത്ര രേഖകളോ ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നോ ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വേറൊരു കഥ. ഇതെല്ലാം ഈ ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് മുമ്പും ദീർഘകാലം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന CPM-ൻ്റെ നോമിനികളായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. അവർക്ക് നിർണായക സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാരുമൊക്കെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതിന് ഒരു മറുപടി ഇതുവരെ പറയുന്നില്ല. അപ്പോൾ ഈ ദ്വാരപാലക ശില്പം കാണാതെ പോയതും അതിൻ്റെ പീഠവും ഇപ്പോൾ ഇവിടുന്ന് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പോലീസ് ഇതുവരെ കേസെടുക്കുന്നില്ലല്ലോ. ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് ഈ സ്പോൺസർ ആരാ, ദൈവത്തിൻ്റെ അവതാരമൊന്നും അല്ലല്ലോ, ഇയാളുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടക്കുന്നില്ല? അല്ല, ഇപ്പോൾ വരുന്നതും വലിയ വിഷയങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പീഠം കൊണ്ടുവന്ന് ബാംഗ്ലൂരത്തെ ഒരു അമ്പലത്തിൽ വെച്ച് പൂജ നടത്തി പലതരത്തിലുള്ള കഥകളാണ് വരുന്നത്. പണം പിരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇത്ര ആ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇളക്കിക്കൊണ്ട് പോകുന്നു. ആരോട് ചോദിച്ചിട്ട്? ഹൈക്കോടതിയെ അറിയിച്ചിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിലവിലുള്ള ചട്ടം. ഹൈക്കോടതിയെ അറിയിക്കാതെ പോകുന്നു. ദേവസ്വത്തിന് ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞ് ഇപ്പോൾ എല്ലാവരും കൈ കഴുകുക. 2019 ഇരുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് പത്മകുമാർ എന്ന് പറയുന്നത് മുൻ MLA ആണ്. CPM-ൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പിരുന്ന പ്രസിഡന്റ് പറയുന്നത് എനിക്കും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പരസ്പരം കൈ കഴുകുക. പിന്നെ ഇത് ആരുടെ കാലത്താണ് നടന്നതെന്നുള്ളത്? ഇവരെല്ലാം ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ഇത് ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടിയാണല്ലോ ദേവസ്വം പ്രസിഡന്റിനെ വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഇവരാരും ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രോഡ് വന്നിട്ട് ഇത് തട്ടിക്കൊണ്ടു പോകുന്നു? ഇതാരും ഉത്തരവാദിത്വമില്ലേ? ശബരിമലയിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, അതിൻ്റെ താഴെയുള്ളവർ ഓരോന്നിനും തിരുവാഭരണത്തിന് വേറെ എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാം ഉണ്ടല്ലോ. ഓരോ ഇതുണ്ട്. പോലീസുണ്ട്, ഇതിനും പുറമെയാണ് പോലീസുള്ളത്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇതെല്ലാം ആരും അറിയാതാണോ കൊണ്ടുപോകുന്നത്? ഇയാൾ ആരാണ്? ഇയാളെക്കുറിച്ച് എന്താണ് ദേവസ്വം ബോർഡിന് എന്തറിയാം? ഇപ്പം എല്ലാവരും പറയുന്നത് സ്പോൺസർ അറിയില്ല, കേട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾ എങ്ങനെ കൊണ്ടുപോയി? ആരാണ്? ആരുടെയെങ്കിലും അനുമതി ഇല്ലാതെ ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ശബരിമലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 19 മുതൽ ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? CPM ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്കാർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ? ഇവരാരും ഇത് കണ്ടില്ലെന്നാണോ പറയുന്നത്? എങ്ങനെയാണ് ഒരു ഫ്രോഡ് വന്നിട്ട് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്? ഇയാൾക്ക് സ്പോൺസർ ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. എന്ത് സ്പോൺസർഷിപ്പാണ് ഇയാൾ ശബരിമലയിൽ നടത്തിയത്? ഒരിക്കലും കണ്ട് അന്നദാനം നടത്തിയിട്ടുണ്ടോ? ഇയാൾക്ക് അന്നദാനം നടത്തുന്നതിനുള്ള എന്തായാലും ഒരു നല്ല പൈസ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യുക. അപ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ദേവസ്വം ബോർഡിന് അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് പറയുന്നത്. ഇയാൾ ആരാന്ന് അറിയില്ല എന്ന് പറയുന്നത്, ഇയാൾ എങ്ങനെ ഇവിടെ വന്നു പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ പോലും അന്വേഷണ വിധേയമാക്കാൻ, ഇയാളുടെ പേരിൽ ഒരു കേസ് എടുക്കാൻ, ഇത്രയും വലിയൊരു ഗുരുതരമായ തട്ടിപ്പ് നടത്തി പീഠം കണ്ടെത്തിയെന്ന് അയാളാണ് ഈ പരാതിക്കാരനായിട്ട് ആദ്യം പറഞ്ഞത് തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറഞ്ഞത് ദ്വാരപാലക ശില്പം കാണാനില്ല, അതിൻ്റെ പീഠം കാണാനില്ല എന്ന് പരാതി പറയുന്നതും അയാൾ തന്നെ. ഒടുവിൽ അയാളുടെ ശിങ്കിടിയുടെ വീട്ടിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ നിന്നും ഇത് കണ്ടെത്തുന്നു. എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ഇത്ര ഗുരുതരമായ തരത്തിൽ സ്വർണം 4 കിലോ കാണാതായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെ ഇയാൾ കൊണ്ടുപോയി? ആരുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോയി? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? ദേവസ്വത്തിനൊരു മന്ത്രിയുണ്ടല്ലോ, ദേവസ്വത്തിനൊരു പ്രസിഡൻറ്റും ഉണ്ട്. ഇവരാരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇവരിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി കോൺഗ്രസ്സുകാരെയും BJP-കാരെയും കുറ്റം പറയാവുന്ന സ്ഥിതിയില്ല. കാരണം ഭരണം നടത്തുന്നത് ഈ 9.5 വർഷമായിട്ട് ദേവസ്വത്തിൻ്റെ ഭരണം ഇരിക്കുന്ന ഇവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇവരെ അറിയാതെ ഇത് പോകുമോ? സാധാരണ ഒരു സാധാരണ ഭക്തന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ശബരിമലയിൽ നിന്ന് ഇത് കാണാതെ പോയി? അപ്പോൾ ഒന്നുകിൽ ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയായിരിക്കും ശബരിമല സംഗമം എന്ന് പറഞ്ഞ് നടത്തുന്ന സംഭവം. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പോലും കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല? ദേവസ്വം പ്രസിഡന്റ് അതിനെക്കുറിച്ച് വ്യക്തത പറയുന്നില്ല, ദേവസ്വം മന്ത്രിയും പറയുന്നില്ല. അന്വേഷണം നടക്കുന്നു. 2019 കാണാതെ പോയ ഒരു ഇത്. കാരണം ഇതിനൊന്നും ഓഡിറ്റ് ഇല്ല എന്നാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും ഒരു ഇൻവെൻട്രി ഉണ്ടാവുമല്ലോ. ഇന്ന കാര്യം ഇത്രയും പണം മുടക്കി ഒരാൾ കൊടുക്കും. 18 കോടിയോളം രൂപ മുടക്കിയാണ് ഈ സ്വർണം പൂശൽ അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണം എടുത്തുകൊണ്ട് പോയതിന് ആരും ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ആരുടെ മേലാണ് ഉത്തരവാദിത്വം ചുമത്തുന്നത്? ഏതെങ്കിലും ഒരു ക്ലർക്കിൻ്റെ മേൽ ഉത്തരവാദിത്വം ചുമത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നത്. ഞാനതാ പറഞ്ഞേ, 1000-കണക്കിന് 10,000-കണക്കിന് ഭക്തന്മാർ വന്ന് ഇവിടെ വരുന്ന ഒരു സ്ഥലത്താണ് പകൽക്കൊള്ള നടക്കുന്നത്. ഇതിന് ഉത്തരവാദിത്വം വേണ്ടേ?
ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ആരുടെയും ചുമലിൽ ചാരി പോകാൻ പറ്റില്ല. ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതുപോലുള്ള മോഷണങ്ങൾ നടക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട എത്ര തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇല്ലേ? ഓരോരോ എവിടെ കാണിക്കുക എണ്ണ നിർത്തുന്നു, മോഷണം നടക്കുന്നു, അല്ലാത്തടത്ത് നടക്കുന്നു, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, പർച്ചേസിനകത്ത് തട്ടിപ്പ് നടക്കുന്നു, ഇതെല്ലാം പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തട്ടിപ്പ് നടക്കുന്നു, കമ്മീഷൻ അടിക്കുന്നു, ഇതെല്ലാം നമ്മൾ പാത്രം വാങ്ങുന്നതിനകത്ത് തട്ടിപ്പ്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ഉത്തരവാദിത്വമില്ലേ? ദൈവത്തിൻ്റെ പണം ഇങ്ങനെ എടുത്ത് ചിലവാക്കാനുള്ളതാണോ? ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസ അല്ല, പാവപ്പെട്ടവർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് സമർപ്പിക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ സ്വർണം. അതൊക്കെ തന്നെ ഈ തരത്തിൽ മോഷണം പോവുകയാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല. എന്നിട്ട് പരസ്പരം പഴി ചാരി ഇവർ രക്ഷപ്പെടാൻ നോക്കുകയാണ്.